നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷു വീണ്ടും നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇത് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് പ്രത്യാശയുടെ ഒരു പുത്തൻ പുലരിയാണ്. വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഐശ്വര്യത്തിനായി നമ്മൾ ഒരുങ്ങുന്ന ദിവസം. വിഷു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ചിത്രം എന്താണ്? പുലർച്ചെയുള്ള കണി കാണലോ അതോ പൊട്ടിത്തെറിക്കുന്ന പടക്കങ്ങളുടെ ശബ്ദമോ? പഴയകാലത്തെ വിഷുക്കാലം ആലോചിച്ചു നോക്കൂ. മണ്ണും മനസ്സും ഒരുപോലെ ഒരുങ്ങുന്ന കാലം. പറമ്പിലെ കണിക്കുന്നകൾ പൂത്തുനിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേക കുളിർമയാണ്. പ്രകൃതി പോലും വിഷുവിനെ വരവേൽക്കാൻ മഞ്ഞപ്പട്ടുടുത്ത് നിൽക്കുന്ന പ്രതീതി. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ വീഡിയോ കാണുന്നത്? നാട്ടിലാണോ അതോ പ്രവാസിയാണോ? ദൂരദേശത്തിരുന്ന് നാട്ടിലെ വിഷുവിനെ ഓർക്കുന്നവർക്ക് ഈ വരികൾ ഒരു ചെറിയ ആശ്വാസമാകട്ടെ. നിങ്ങളുടെ കുട്ടിക്കാലത്തെ വിഷു അനുഭവങ്ങൾ താഴെ കമന്റുകളിൽ പങ്കുവയ്ക്കണേ. നമുക്ക് വിഷുവിനെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിക്കാം. പുലർച്ചെ കണ്ണ് മൂടിക്കൊണ്ട് കണി കാണാൻ കൊണ്ടുപോകുന്ന ആ നിമിഷം. കണ്ണു തുറന്നപ്പോൾ കാണുന്ന ആ ദീപത്തിന്റെ പ്രകാശം, കണിക്കുന്നയുടെ മഞ്ഞ നിറം. ആ ഒരു അനുഭവം തന്നെ ഒരു വർഷം മുഴുവൻ മനസ്സിൽ നിലനിൽക്കും. അതിനുശേഷം എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു സന്തോഷം, വിഷുക്കൈനീട്ടം. ചെറുപ്പത്തിൽ കൈനീട്ടം കിട്ടാൻ കാത്തിരുന്ന ആ ആവേശം ഇന്നും മറക്കാനാകുമോ? ആരൊക്കെയാണോ ആദ്യം തരുന്നത്, ആരുടെ കയ്യിൽ നിന്ന് കൂടുതൽ കിട്ടും എന്നൊക്കെ ആലോചിച്ചിരുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കഥ കൂടി കേൾക്കാം. ഒരു വീട്ടിൽ വിഷുദിനത്തിൽ എല്ലാവരും ഒന്നിച്ചുകൂടി. കണി കണ്ടുകഴിഞ്ഞ് കൈനീട്ടം നൽകാൻ തുടങ്ങി. ആ വീട്ടിലെ അപ്പൂപ്പൻ രോഹിണി നക്ഷത്രക്കാരൻ ആയിരുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ കൈനീട്ടം നൽകി. അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് ആ ദിവസം പ്രത്യേകമായി അപ്പൂപ്പന്റെ കയ്യിൽ നിന്നാണ് കൈനീട്ടം വാങ്ങിയത്. രോഹിണി നക്ഷത്രക്കാരിൽ നിന്നുള്ള കൈനീട്ടം ഭാഗ്യം തരാം എന്നത് കേട്ടിരുന്നതിനാൽ അവൻ അതിൽ ഒരു പ്രത്യേക വിശ്വാസം വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ചില ദിവസങ്ങൾക്കകം ഒരു അതിശയകരമായ സംഭവം നടന്നു. അവൻ എടുത്തിരുന്ന ഒരു ചെറിയ ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു. സാധാരണയായി വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെ എടുത്തത്. പക്ഷേ ഫലം വന്നപ്പോൾ ആ ടിക്കറ്റിന് സമ്മാനം കിട്ടി. വലിയ തുക ആയിരുന്നില്ലെങ്കിലും അവന്റെ ജീവിതത്തിൽ അതൊരു വലിയ സന്തോഷമായി മാറി. അവൻ അത് ഒരു ഭാഗ്യമായി കണ്ടു. വിഷുക്കൈനീട്ടത്തിന്റെ അനുഗ്രഹം തന്നെയാകാം എന്ന് അവൻ വിശ്വസിച്ചു. ഇതുപോലെ നിങ്ങളും ഒരിക്കൽ അപ്രതീക്ഷിതമായി ഒരു ഭാഗ്യം അനുഭവിച്ചിട്ടുണ്ടോ? ചെറിയതായാലും സന്തോഷം നൽകിയ ഒരു അനുഭവം കമന്റിൽ പങ്കുവെക്കാമോ? ഇതുപോലുള്ള വിശ്വാസങ്ങളാണ് വിഷുവിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇപ്പോൾ രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് കുറച്ചുകൂടി നോക്കാം. ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമായ രോഹിണി സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരിൽ നിന്നും വിഷുക്കൈനീട്ടം വാങ്ങുന്നത് ധനവളർച്ചയ്ക്കും മനസ്സമാധാനത്തിനും സഹായകരമാകുമെന്ന് വിശ്വാസമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ രോഹിണി നക്ഷത്രക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിഷുവിൽ അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാൻ മറക്കരുതേ. ഇപ്പോൾ അവരുടെ ഈ കാലഘട്ടത്തിലെ ഫലങ്ങൾ കൂടി നോക്കാം. ശനി സ്ഥിരതയോടെ തുടരുന്നതിനാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകും. രാഹുവും കേതുവും ഡിസംബറിൽ സ്ഥാനം മാറും. അതോടെ ചില പുതിയ വഴിത്തിരിവുകൾ വരാം. വ്യാഴം ജൂണിൽ 3-ാം ഭാവത്തിലേക്ക് കടക്കുന്നു. ഇത് സാധാരണയായി അത്ര അനുകൂലമല്ലെങ്കിലും വ്യാഴം ശക്തമായതിനാൽ ദോഷം കുറയും. അതായത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനെ മറികടക്കാൻ കഴിയും. രോഹിണിയും ആദിശക്കത്തിൽ വരുന്നത് നല്ല ഫലങ്ങൾ നൽകും. പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി മാറ്റം ആലോചിക്കുന്നവർക്ക് നല്ല സമയം. നിങ്ങൾ ഇപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ?
ഈ സമയം നിങ്ങൾക്ക് ഒരു അവസരം കൊണ്ടുവരാം. നമ്മൾ എന്തിനാണ് വിഷുദിവസം കണി കാണുന്നത്? വർഷത്തിന്റെ ആദ്യ ദിവസം ശുഭകരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങിയാൽ ആ വർഷം മുഴുവൻ നന്മകൾ നിറഞ്ഞതായിരിക്കും എന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ. കണ്ണ് മൂടി പിടിച്ച് കണിയുടെ മുന്നിലെത്തി കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന ആ ദീപപ്രഭ നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റുന്നു എന്നാണ് സങ്കല്പം. കണിക്കുന്നയുടെ മഞ്ഞ നിറത്തിന് സ്വർണത്തിന്റെ തിളക്കമാണ്. അത് പ്രകൃതി നൽകുന്ന സമ്പത്താണ്. അതുപോലെ തന്നെയാണ് കണിവെള്ളരിയും. മണ്ണിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ കൃഷിയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് വിഷു ഊട്ടിയുറപ്പിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഇത്തവണ സ്വന്തം പറമ്പിലെ പച്ചക്കറികൾ ഉപയോഗിച്ച് കണിവയ്ക്കാനോ സദ്യ ഒരുക്കാനോ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. വിരമിച്ചവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും. എന്നാൽ ചിലപ്പോൾ മനസ്സിൽ ഒരു ചെറിയ വിഷമം ഉണ്ടാകാം, പ്രയത്നത്തിന് തക്ക അംഗീകാരം കിട്ടിയില്ലെന്നൊരു തോന്നൽ. സാമ്പത്തിക കാര്യങ്ങളിൽ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ സാധിക്കും. ചെറിയ താമസം ഉണ്ടായാലും കാര്യങ്ങൾ പൂർത്തിയാകും. അതോടൊപ്പം തന്നെ സഹായിക്കാൻ പലരും മുന്നോട്ടു വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യം തന്നെ നിങ്ങളുടെ വാതിൽ തട്ടാം. ആ ലോട്ടറി കഥ പോലെ. നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ച അനുഭവമുണ്ടോ? ലോട്ടറിയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു നല്ല അവസരമോ? ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മാസത്തിനു ശേഷം അനുകൂലമായ സാഹചര്യങ്ങൾ കൂടുതൽ വ്യക്തമായി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കരിയറിൽ പുതിയ വഴികൾ തുറക്കുന്നതിനും വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനും സഹായകമാകും. നിലവിലുള്ള ജോലിയിലെ അസന്തോഷം കുറയുകയും കൂടുതൽ ശമ്പളവും മെച്ചപ്പെട്ട ജോലി അന്തരീക്ഷവും നൽകുന്ന അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയും ചെയ്യാം. ചിലർക്ക് പുതിയ കമ്പനികളിൽ നിന്ന് ഓഫറുകൾ ലഭിക്കാനോ നിലവിലുള്ള സ്ഥാപനത്തിനുള്ളിൽ തന്നെ ഉയർച്ച നേടാനോ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ സ്വാധീനം മൂലം ഈ കാലയളവിൽ ചെറിയ തടസ്സങ്ങളും വൈകല്യങ്ങളും അനുഭവപ്പെടാം. ഉദാഹരണത്തിന് തീരുമാനം എടുക്കുന്നതിൽ ആശയക്കുഴപ്പം, ചില അവസരങ്ങൾ വൈകി ലഭിക്കൽ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ ഉടൻ മുന്നോട്ടു പോകാത്തത് തുടങ്ങിയവ. എന്നിരുന്നാലും നിങ്ങൾക്ക് ശാന്തതയും ബുദ്ധിപരമായ സമീപനവും കൈവരിക്കാനാകുന്നതിനാൽ ഈ വെല്ലുവിളികളെ ഫലപ്രദമായി മറികടക്കാൻ കഴിയും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം കൂടുതൽ ഗുണകരമായിരിക്കാം. കാരണം ആകെ കൂടി ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാലും ആത്മവിശ്വാസത്തോടെയും പദ്ധതിപൂർവമായ സമീപനത്തോടെയും മുന്നോട്ടു പോയാൽ ഈ കാലയളവ് വ്യക്തിപരമായും തൊഴിൽ രംഗത്തും നല്ല മുന്നേറ്റം നൽകുന്ന ഘട്ടമായി മാറാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഈ വർഷം നിങ്ങൾക്ക് പൊതുവെ ഗുണകരമായിരിക്കുമെന്ന് സൂചനകളുണ്ട്. ഇത് നിങ്ങളുടെ ധനകാര്യസ്ഥിതിയിൽ സ്ഥിരതയും പുരോഗതിയും കൈവരിക്കാൻ സഹായിക്കും. മുമ്പ് ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ കുറയുകയും പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും കുറയ്ക്കും. ലോണുകൾക്കായി ശ്രമിക്കുന്നവർക്ക് ഈ കാലയളവിൽ കാര്യങ്ങൾ അനുകൂലമായി മാറി ആവശ്യമായ സാമ്പത്തിക സഹായം എളുപ്പത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം അനാവശ്യ ചിലവുകൾ ഭാവിയിലെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കാം. അതേസമയം ഭാഗ്യപരീക്ഷണങ്ങളിലോ നിക്ഷേപ സാധ്യതകളിലോ ഏർപ്പെടുന്നവർക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായ ലാഭങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പക്ഷേ അതിൽ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കി വിവേചനത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതൽ സ്ഥിരമായ നേട്ടങ്ങൾ നേടാൻ സഹായിക്കും. ആകെ കൂടി സൂക്ഷ്മതയും ശാസ്ത്രീയമായ സാമ്പത്തിക പദ്ധതികളും പിന്തുടർന്നാൽ ഈ വർഷം നിങ്ങളുടെ ധനകാര്യ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന കാലയളവായിരിക്കും. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും നല്ല ഫലങ്ങൾ ലഭിക്കുകയും ആരോഗ്യത്തിലും സമ്പത്തിലും സന്തോഷത്തിലും നിങ്ങൾ മുന്നേറുകയും ചെയ്യട്ടെ. ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്കും നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു അനുഗ്രഹീത കാലഘട്ടമാകട്ടെ. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ സൈനിങ് ഓഫ്.